ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. നമുക്ക് രണ്ടും സാധനം വാങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ ഒന്നും പുറത്തിറങ്ങി കളയാം. ഇവനെ ചെരുപ്പല്ല എനിക്ക് അടുത്തുണ്ടെത്തായിരുന്നു പുറത്ത് പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ, അല്ലെങ്കിൽ കുപ്പായൊന്നും ഇടയല്ല. പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ആദ്യം എൻ്റെ ഡയപ്പർ ഞാൻ കെട്ടി വെച്ചിരിക്കണം കേട്ടോ. അത് ചാടിയിക്കില്ല. നാട്ടിലാണെങ്കിൽ നമ്മൾ കത്തിക്കാനോടണം, മറ്റ് ജെല്ല് പോക്കാൻ അങ്ങോട്ടോടണം. ഇവിടെയാകുമ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ ലുലുലെത്തിയിട്ട് അതിൻ്റെ അടുത്ത് കാശിക പറയുന്നുണ്ട് എൻ്റെ മസിലൊക്കെ കണ്ടുക 2 ദിവസമായി കളി ജിമ്മിന് പോകാൻ തുടങ്ങിയിട്ട് എൻ്റെ ചെവിക്ക് ഒരു തൊയിലും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെ ഭർത്താക്കന്മാർ ആരെങ്കിലും ജിമ്മിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വലിയ പഞ്ഞുമായിട്ട് ചെവിയിലവിടെ വെച്ചേക്ക്. നമ്മൾ നോക്കുമ്പോൾ എന്തോ ഫിലിപ്പീൻസിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള പരിപാടിയെല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്കത് വെളിങ്ങനെ കാണുള്ള താണില്ല, ഞങ്ങൾക്ക് വിശപ്പിൻ്റെ ഒഴിവിൽ വന്നൊക്കെ കേട്ടോ. അപ്പോൾ ശീകാരണം എന്നാൽ പിന്നെ നമുക്ക് അപ്പുറത്തെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെ വരാം. എൻ്റെ അടുത്ത് ആദ്യം ബേബിച്ചറിയിച്ചിട്ടോ ഇങ്ങനെ പറഞ്ഞിട്ട് അല്ലോ എന്നെ ആരെങ്കിലും രക്ഷിക്കുക, എനിക്ക് ഇവിടെ നിന്ന് കിഞ്ഞ് ഓടേണ്ടീനു എന്നല്ല. ബാപ്പ നിങ്ങൾ മെനു നോക്കാണ്ട് എന്നെ ഒന്ന് കീക്കെന്നല്ല പറയുന്നത്, എല്ലാം എടുത്ത് ചാടുമെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് മാംഗോ ജ്യൂസും ക്യാരറ്റ് മുറിച്ചിട്ട് കുക്കുംബർ മുറിച്ചിട്ടില്ല. അപ്പോൾ ഒരു ക്യാരറ്റ് എടുത്ത് അവൻ്റെ കൈ കൊടുത്ത് അപ്പം ഞാൻ മാംഗോ ജ്യൂസ് എനിക്ക് ഇങ്ങനെ കാണിച്ചു തരുവാൻ അതിൻ്റെ അകത്ത് ഡിപ്പ് ചെയ്യുന്ന എന്നാൽ ഇവൻ്റെ വിചാരമോ. നിങ്ങൾ വിചാരിക്കും ഒരു മാംഗോ ജ്യൂസ് കുടിച്ചാൽ ഇവനെന്തിനാ ഇങ്ങനെ ചിരിക്കുകയെല്ലാം ചെയ്യുന്നതിന്. അതിന് കാരണമുണ്ട്, ഇവനിക്ക് അങ്ങനെ ഷുഗർ ഐറ്റംസ് അങ്ങനെ കൊടുക്കില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചില ടൈമിന് അങ്ങനെ കൊടുക്കും. അപ്പോൾ ആ ചില ടൈമിന് ഇതുപോലത്തെ ചിരികളും ഡാൻസുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ മെയിനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക നമുക്ക് ഫുഡ് ഓർഡർ എടുക്കാൻ വന്ന ഒരുത്തരുണ്ട് കേട്ടോ. ഓറിയും എനിക്ക് പൂച്ചേൻ്റെ ഒക്കെ ചിത്രം കാണിച്ചു കൊടുത്തിങ്ങനെ. അപ്പോൾ ഓറ ഇങ്ങനെ നോക്കുന്ന കേട്ടോ, ഓരെന്താ വരാത്ത ഓറിനെയും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഫുഡ് എത്തിയിട്ടാ ആദ്യം ഇനി നെയ്പ്പത്തിലും പറഞ്ഞു ഞങ്ങൾക്ക് പൊറാട്ടയും ബട്ടർ ചിക്കനും പറഞ്ഞു. നല്ല അടിപൊളി ഫുഡേ കേട്ടോ, ഒന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വരുന്ന വൈകി ആഷിക്കാനും പറഞ്ഞിരിക്കാൻ എനിക്കൊരു നല്ല കോഫി കുടിക്കാൻ പറ്റിയാണ്. അപ്പോൾ ആഷിക കോഫിക്ക് ഓർഡർ ചെയ്തിട്ട് നല്ല അടിപൊളി കോഫിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് നടന്നു വരുന്നേക്ക് അതേ ഷോപ്പിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഭാഗത്ത് ഉപ്പിലിട്ട ഐറ്റംസ് കേട്ടോ. അപ്പം ഞാനൊരു മാങ്ങയും പറഞ്ഞു, ആഷിക ഒരു തേങ്ങ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഓപ്പോസിറ്റുള്ള ലുലുവിലേക്ക് പോയിട്ട് നമുക്ക് രണ്ടും സാധനം വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ആഷിക പറഞ്ഞു ഇനി എനിക്ക് ഇനി എടുക്കാൻ പറ്റില്ല, ഇനി കുറച്ച് നേരം നടന്നു. അങ്ങനെ കുറച്ച് നേരത്തെ നടത്തിയതിന് ശേഷം അവൻ്റെ ദിശകളെല്ലാം മാറിപ്പോന്നു. അപ്പോൾ ഞാനൊരു കൊട്ട എടുത്തിട്ട് അതിൻ്റെ അകത്ത് വന്നെ അങ്ങോട്ട്. അപ്പോൾ ഞാൻ എനിക്ക് പച്ചമുളക് കൊടുത്തിട്ട് ഓൻ പറയുന്നത് ഞാൻ എനിക്കിതൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ ഓലിക്ക് തന്നെ കൊടുക്കുന്ന. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് തന്നെ എടുത്തിട്ട് കേട്ടോ. എൻ്റെ എടുക്കുവാൻ സാധനത്തിനെല്ലാം ഓഫറിലുണ്ടോ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവസാനം ബില്ലടിക്കുമെന്ന് നിന്നിട്ടാ. ഞാൻ പറഞ്ഞു അവസാനത്തെ പ്രോഡക്റ്റ് നിങ്ങൾ ബില്ലടിക്കുമെന്ന് നിന്നിടല്ലേ. അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങി നേരെ റൂമിലേക്ക് വിട്ടു. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.